ചെയ്യാറുണ്ട്, ചെയ്തു, ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ഗ്രാമർ ടേംസ് കൊണ്ട് മടുത്തിരിക്കുന്ന നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഈ സാഹചര്യങ്ങളിലെല്ലാം സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സിമ്പിൾ ലെസണാണ് ഇന്നത്തേത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാമ്പിൾസിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ വാക്ക് നോക്കിക്കേ, ഗോ, പോവുക. പോവുക അല്ലെങ്കിൽ പോകാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗോ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ പോയി എന്നാവുമ്പോൾ ഈ ഗോ നമ്മൾ മാറ്റി വെൻറ്റ് ആക്കും. ഇങ്ങനെയുള്ള ചില വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യണം. ഓരോ ടെൻസ് അനുസരിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ പോയി എന്നുള്ളതിന് വെൻറ്റ് ആണ്. അപ്പോൾ പോകും എന്നുള്ളതിനാണെങ്കിലോ നമ്മൾ പഠിച്ചു, നാളത്തെ കരയിൽ മറ്റൊരു മുന്നോട്ടുള്ള ഒരു സമയത്തെ കാര്യം പറയാൻ നമുക്ക് വിൽ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ പോകും എന്ന് വരുമ്പോൾ വിൽ ഗോ ആണ് വരിക. ഓക്കെ, ഇനി ഈ വേർഡ് സെറ്റ് വെച്ച് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടാക്കി പഠിച്ചു നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിക്കേ, ഐ ഡാഷ് ടു സ്കൂൾ എവറി ഡേ. എവറി ഡേ എല്ലാ ദിവസവും. എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകാറുണ്ട് എന്നാണ് മീനിങ് വരേണ്ടത്. പോകാറുണ്ട് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാ? ഗോ അല്ലേ? ഗോ ആണ്. ഇനി ഇവിടെ ആരെ പറ്റിയാ പറയുന്നത്? ആര് പോകുന്നു എന്നാ പറയുന്നേ? ഐ. ഞാൻ പോകാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ട് എങ്ങനെ വരും? ഐ ഡു. അപ്പം ഞാൻ പോകാറുണ്ട്, ഐ ഗോ. സോ ഇവിടെ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ, ഹി ഡാഷ് ടു സ്കൂൾ എവറി ഡേ. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. അവൻ ചെയ്യാറുണ്ട് നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഹി ഡസ്. അപ്പം അവൻ പോകാറുണ്ട് എന്ന് വരുമ്പോഴോ ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ. എവറി ഡേ വന്നത് കൊണ്ട് നമുക്കറിയാം ഇതൊരു റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലേ, എല്ലാ ദിവസവും സംഭവിക്കുന്ന, റെഗുലറായിട്ട് സംഭവിക്കുന്ന ഒരു ആക്ഷനാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ആക്ഷൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ നമ്മൾ ഈ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്, റെഗുലറായിട്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ സബ്ജക്റ്റ് ഹീ ആണോ ഷീ ആണോ ഇറ്റ് ആണോ എന്നൊക്കെ നോക്കേണ്ട കാര്യം വരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഹീക്ക് പകരം അവൾ പോകാറുണ്ട് എന്നാണെങ്കിലും ഷീ ഗോസ് എന്ന് വരും. ഓക്കെ, ഇനി അവൾ പോകാറില്ല എന്നാണെങ്കിൽ എങ്ങനെയായിരുന്നു? നമ്മൾ പഠിച്ചിരുന്നു, ഷീ ഡസൻറ്റ് ഗോ. എങ്ങനെ ഇതിലേക്ക് എത്താം എന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഐക്ക് പകരം വി ആണ് വിചാരിക്കുക. ഓക്കെ, ഞങ്ങൾ പോകാറുണ്ട്, വി ഗോ. ഞങ്ങൾ പോകാറില്ല എന്നാണെങ്കിലോ വി ഡോണ്ട് ഗോ. സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, സെയിം സിറ്റുവേഷൻ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ദിവസവും പോകുന്ന കാര്യമല്ല, ഇന്നലെ മാത്രം പോയ ഒരു കാര്യമാണ്. ഇന്നലത്തെ കാര്യം മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ എന്ന് പറയുന്നത് ഇവിടെ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. സോ പോകും എന്നാണോ പറയേണ്ടത്? പോവാറുണ്ട് എന്നാണോ പറയേണ്ടത്? പോയി എന്നാണോ പറയേണ്ടത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ പോയി എന്നല്ലേ പറയാറ്. സോ പോയി എന്ന് മീനിങ് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ went എന്ന് വേണം എഴുതാൻ. സോ ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. ഇനി ഐ മാറി ഇവിടെ ഹി വന്നു അല്ലേ? ഇന്നലെ പോയി എന്ന് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യേണ്ടത്, കാരണം ഇവിടെ യെസ്റ്റർഡേ ആണ്. യെസ്റ്റർഡേ അഗൈൻ പാസ്റ്റ് ആണ്. സോ പോയി, ഹി വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഇനി ഹി മാറി ദേ ആയി, ഇറ്റായി, ഷീ ആയി, എന്തെങ്കിലും ഒരു പേരായി. ഇതിനെല്ലാം കൂടെ പോയി എന്ന് പറയണമെങ്കിൽ ഈ ഒരു വാക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ, വെന്റ്. അതിനൊരു മാറ്റവും ഇല്ല. അതേസമയം നമുക്ക് പോയില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ മാറ്റും? ഹി ഡിഡ്ന്റ് ഗോ. അവിടെ വീണ്ടും വെന്റ് എഴുതണോ? വേണ്ട, ഡിഡ് ഓൾറെഡി നമ്മൾ എഴുതിയല്ലേ. സോ ഹി ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ. അഗൈൻ നിങ്ങൾക്ക് ആ പ്രീവിയസ് വീഡിയോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പോയി റെഫർ ചെയ്യാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ സെയിം സിറ്റുവേഷൻ ആണ്, പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം, ടൈം ഇവിടെ ടുമോറോ എന്നാണ്. അപ്പം ഇന്ന് ചിലപ്പോൾ പോയി കാണത്തില്ല. അപ്പം നമ്മൾ പറയത്തില്ലേ, നാളെ എന്തായാലും ഞാൻ സ്കൂളിൽ പോകും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ആക്ഷൻ വേർഡിനെ അല്ലെങ്കിൽ വേർബിനെ എങ്ങനെ മാറ്റും? അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഗോ പോകാറുണ്ട്, പോവുക എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. വെന്റ് പോയി, പോകും നാളത്തെ കാര്യമാണ് അല്ലേ. പോകും എന്ന് മീൻ ചെയ്യാൻ വിൽ ആഡ് ചെയ്യുക,
കൂടെ ആക്ഷൻ വേർഡ് എഴുതുക. will go to school tomorrow. I will go to school tomorrow. Same applies to he. അവൻ നാളെ സ്കൂളിൽ പോകും. he will go to school tomorrow. tomorrow ഇനി വരാനുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ അത് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ, ഇംഗ്ലീഷിൽ ഫ്യൂച്ചറും വില്ലും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ഫ്യൂച്ചർ ടെൻസ് എന്നല്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറുള്ള സെൻറ്റൻസുകൾ നമ്മൾ വില്ല് യൂസ് ചെയ്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. സോ ഹി വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഇനി നാളെ അവൻ പോവില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ഹി വിൽ നോട്ട്. വിൽ നോട്ട് നമ്മളൊരു വീക്ക് ഫോം പഠിച്ചിരുന്നല്ലോ, എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രീവിയസ് വീഡിയോ കണ്ടവർക്കറിയാം. ഹി വോണ്ട് ഗോ. സോ ഹി വോണ്ട് ഗോ ടു സ്കൂൾ ടുമോറോ. അടുത്ത ആക്ഷൻ വേർബിനെ നമ്മുടെ 3 ഫോംസിലേക്ക് നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ വിചാരിക്കും ഓക്കെ അപ്പം ഇതായിരിക്കുമല്ലേ ഈ V1 V2 V3 എന്ന്. V1 V2 കറക്റ്റാണ്, ഇത് V3 അല്ല. V3 നമ്മൾ അടുത്ത പാഠങ്ങളിൽ നമ്മൾ പഠിക്കും കേട്ടോ എങ്ങനെയാന്ന്. ഇത് അതിൻ്റെ ഫ്യൂച്ചർ ഫോമാന്നേ ഉള്ളൂ. ഇതിനെ നിങ്ങൾ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നോർത്താൽ മതി. കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് ഒന്നും പോകണ്ട. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓക്കെ. ഇനി അടുത്ത ആക്ഷൻ ആണ് ബ്രിങ്, കൊണ്ടുവരിക. ടു ബ്രിങ്, കൊണ്ടുവരിക, കൊണ്ടുവരാറുണ്ട്. ഇതിനെല്ലാം നമ്മൾ ബ്രിങ് തന്നെ എഴുതിയാൽ മതി. ഇനി കൊണ്ടുവന്നു എന്നുള്ളതാണെങ്കിലോ അതിൻ്റെ വാക്ക് ഇതാണ് ബ്രോട്ട്. പലരും ഈ വാക്കും ബോട്ട് എന്നുള്ള വാക്കും കൂടി ചെറിയ കൺഫ്യൂഷൻ ആവാറുണ്ട്. ബോട്ട് എന്ന വാക്ക് വാങ്ങി എന്നാണ് മീൻ ചെയ്യുന്നത്. നമ്മളൊരു സാധനം പൈസയൊക്കെ കൊടുത്ത് വാങ്ങുക എന്നുള്ളതിനാണ് നമ്മൾ ബോട്ട് എന്ന് പറയുക. ബൈ വാങ്ങുക, ബോട്ട് വാങ്ങി. ഓക്കെ. അപ്പം ബ്രിങ് കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു. ഇനി കൊണ്ടുവരും എന്നാണ് നമുക്ക് പറയേണ്ടത് എങ്കിൽ വിൽ ബ്രിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് സെൻറ്റൻസിലേക്ക് ആഡ് ചെയ്ത് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ആദ്യം ഇതിപ്പം പ്രത്യേകിച്ച് ടൈം ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ടൈം കൊടുക്കുവാണ്. ഇതെനിക്ക് പ്രസൻറ്റിലാണ് കിട്ടേണ്ടത്. പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാം റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നടക്കുന്ന ആക്ഷൻസ് ആണ് അല്ലേ. അപ്പം അവർ സ്വീറ്റ്സ് കൊണ്ടുവരാറുണ്ട് എന്നാണ് എനിക്കിവിടെ എഴുതേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ എങ്ങനെ എഴുതും? സ്വീറ്റ്സ് ഓൾറെഡി ഉണ്ട്, അവർ ദേ കൊടുത്തിട്ടുണ്ട്. അവർ സ്വീറ്റ്സ് കൊണ്ടുവരാറുണ്ട്. ദേ ബ്രിങ് സ്വീറ്റ്സ്. അവർ ചെയ്യാറുണ്ട്, ദേ ഡു. അവർ കൊണ്ടുവരാറുണ്ട്, ദേ ബ്രിങ്. അവൾ ചെയ്യാറുണ്ട് എന്ന് വരുമ്പോൾ ഷീ ഡസ് ആവും. അവൾ കൊണ്ടുവരാറുണ്ട് എന്ന് പറയുമ്പോൾ ഷീ ബ്രിങ്സ്. അവൾ സ്വീറ്റ്സ് കൊണ്ടുവരാറുണ്ട്. ദിവസവും ആയിരിക്കും, അല്ലെങ്കിൽ അവൾ പൊതുവെ കൊണ്ടുവരാറുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അവർ കൊണ്ടുവരാറുണ്ട്, അവൾ കൊണ്ടുവരാറുണ്ട്. ഇതിപ്പം ഹീയോ അല്ലെങ്കിൽ മറ്റൊരു പേരോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കൊണ്ടുവരാറുണ്ട് എന്നാണെങ്കിൽ ബ്രിങ്സ് ആകും. വി അല്ലെങ്കിൽ ചിൽഡ്രൻ എന്നൊക്കെ ഉള്ള പ്ലൂറൽ വാക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രിങ് ആവും. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി ഇല്ല എന്നാണെങ്കിലോ, കൊണ്ടുവരാറില്ല എന്നാണെങ്കിൽ ദേ ഡോണ്ട്. അവൾ കൊണ്ടുവരാറില്ല എന്നാണെങ്കിലോ ഷീ ഡസൻറ്റ് ബ്രിങ്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തത് ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞു പോയ ആഴ്ച എന്നൊക്കെ നമ്മൾ പറയും. വീക്ക്, ആഴ്ച, ലാസ്റ്റ്, പ്രീവിയസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ ദേ ഡാഷ് സ്വീറ്റ്സ് ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്കിലത്തെ കാര്യമാണ്. അപ്പം നമുക്കറിയാം ഇത് ഓൾറെഡി പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയി. അപ്പോൾ ഓൾറെഡി ഇവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ അവർ കൊണ്ടുവന്നു, അവർ ചെയ്തു, ദേ ഡിഡ്. അവർ കൊണ്ടുവന്നു, ദേ ബ്രോട്ട്. നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടുവന്നു എന്ന് വരണമെന്നുണ്ടെങ്കിൽ ബ്രോട്ട് എന്ന് വേണം എഴുതാൻ. ദേ ബ്രോട്ട് സ്വീറ്റ്സ് ലാസ്റ്റ് വീക്ക്. അവർ കഴിഞ്ഞ ആഴ്ച സ്വീറ്റ്സ് കൊണ്ടുവന്നു. അതിപ്പോൾ ഷീ ആണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല, അവിടെയും സെയിം തന്നെ. പാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ആ ഒരു ഇതില്ലേ, ഓ ഡസ് ആണോ ഡു ആണോ എന്നൊക്കെ നമ്മൾ പ്രസന്റിൽ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. സോ ദേ ബ്രോട്ട് സ്വീറ്റ്സ് ലാസ്റ്റ് വീക്ക്. അതുപോലെ ഷീ ബ്രോട്ട് സ്വീറ്റ്സ് ലാസ്റ്റ് വീക്ക്. ഇതിപ്പോൾ ഹീ ആണെന്നുണ്ടെങ്കിലും വിറ്റ് ആണെന്നുണ്ടെങ്കിലും ചൈൽഡ് ആണെന്നുണ്ടെങ്കിലും ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഇനി ഇല്ല എന്നാണെങ്കിൽ എന്ത് പറ്റും? അവൾ കൊണ്ടുവന്നില്ല. ഷീ ഡിഡ്ന്റ് ബ്രിങ് ലാസ്റ്റ് വീക്ക്. ക്ലാരിഫിക്കേഷൻ വേണ്ടവർ പ്ലീസ് റെഫർ ടു ദ വീഡിയോ.
സോ ഷീ ഡിഡ്ന്റ് ബ്രിങ് ലാസ്റ്റ് വീക്ക്. സോറി, ഷീ ഡിഡ്ന്റ് ബ്രിങ്, എന്താണ് കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞില്ലായിരുന്നു അല്ലേ നമ്മൾ? സ്വീറ്റ്സ്. ഷീ ഡിഡ്ന്റ് ബ്രിങ് സ്വീറ്റ്സ് ലാസ്റ്റ് വീക്ക്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മൂവിങ് ഓൺ. അടുത്തതിൻ്റെ സമയം നോക്കിക്കേ. നെക്സ്റ്റ് വീക്ക്. വീക്ക് നമ്മൾ പറഞ്ഞു ആഴ്ച. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വരുന്ന അല്ലെങ്കിൽ അടുത്ത എന്നുള്ള മീനിങ് ആണ് അല്ലേ? സോ അടുത്ത ആഴ്ച അവൾ സ്വീറ്റ്സ് കൊണ്ടുവരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പഠിച്ചത് കുറച്ച് മുമ്പ്? വിൽ ബ്രിങ്. അവൾ ചെയ്യും, വിൽ ഡു, അല്ലെങ്കിൽ അവർ ചെയ്യും, ദേ വിൽ ഡു, ഷീ വിൽ ഡു. അവർ കൊണ്ടുവരും, ദേ വിൽ ബ്രിങ്. അവൾ കൊണ്ടുവരും, ഷീ വിൽ ബ്രിങ്. സിമ്പിളാണ്. ചെയ്യും എന്നുള്ള വരുമ്പോൾ വിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇല്ല, കൊണ്ടുവരില്ല എന്നാണെങ്കിലോ? ഷീ വോണ്ട് ബ്രിങ് സ്വീറ്റ്സ് നെക്സ്റ്റ് വീക്ക്. ഇത് നെക്സ്റ്റ് വീക്ക് ആയതുകൊണ്ടാണ് നമ്മളിത് ഫ്യൂച്ചറിൽ എഴുതുന്നത്. അടുത്ത ആഴ്ച എന്നുള്ളത് നമുക്കറിയാം, അടുത്ത ആഴ്ചത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ? ഓക്കെ, സോ അതെപ്പോഴും കെയർഫുൾ ആയിരിക്കാം. മൂവിങ് ഓൺ. അടുത്ത ആക്ഷൻ വേർഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എറിയുക. നമ്മൾ പല കാര്യങ്ങൾ എറിയാറുണ്ട്. ബോൾ എറിയാറുണ്ട്, ചപ്പ് ചവർ എറിയാറുണ്ട്. അങ്ങനെ നമ്മൾ എറിയുക എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ ത്രോ എന്നാണ് കേട്ടോ പറയുന്നത്. ത്രോ. അപ്പം എറിഞ്ഞു എന്ന് വരുമ്പം അത് ത്രൂ എന്നാകും. ത്രൂ. സ്പെല്ലിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം, പ്രൊനൗൺസിയേഷനിലും. ത്രൂ. ഇനി എറിയും എന്ന് വരുമ്പോൾ വിൽ ത്രോ. ത്രോ, ത്രൂ, വിൽ ത്രോ. ഓക്കെ, ഇനി നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഷീ ഡാഷ് ഗാർബേജ് ഓൺ ദ ഫ്ലോർ. ഫ്ലോറിൽ അവൾ ഗാർബേജ് എന്താ? ചപ്പ് ചവറ്, അത് വലിച്ചെറിയാറുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത്. ഇവിടെ കിടക്കുന്നത് ഷീ ആണ് സബ്ജക്റ്റ് ആയിട്ട്. സോ അവൾ ചെയ്യാറുണ്ട്, ഷീ ഡസ്. അവൾ എറിയാറുണ്ട്, ഷീ ത്രോസ്. ഷീ ത്രോസ്. എന്താണ് എറിയുന്നത്? ഗാർബേജ്. ഷീ ത്രോസ് ഗാർബേജ് ഓൺ ദ ഫ്ലോർ. നിലത്ത് എറിയാറുണ്ട്. ആൻഡ് ബിറ്റ്വീൻ, അങ്ങനെ നിലത്ത് ഗാർബേജ് എറിയുന്നത് നല്ല ശീലമല്ല. ഓക്കെ, ഇനി യു, നീ എറിയാറുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത്. നീ ചെയ്യാറുണ്ട്, യു ഡു. അപ്പൊ നീ എറിയാറുണ്ട്, യു ത്രൂ. യു ത്രൂ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. നീ അങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് കേസ് യു ക്യാൻ യൂസ് ദ സെന്റൻസ്. ഇനി യുവിന് പകരം ഇവിടെ വി ആണെന്നുണ്ടെങ്കിലോ? വി ത്രോ ഗാർബേജ് ഓൺ ദ ഫ്ലോർ വരും. ദേ ആണെന്നുണ്ടെങ്കിലോ? ദേ ത്രോ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. ഇനി ഇത് ഹി ആണെന്നുണ്ടെങ്കിൽ ഹി ത്രോസ് വരും. ഇനി അവൾ ചെയ്യാറില്ല എന്നാണെങ്കിലോ? അവൾ നല്ല കുട്ടിയാണ്, സോ അവൾ ചെയ്യാറില്ല എന്നാണെങ്കിൽ ഷീ ഡസൻറ്റ് ത്രോ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. അവൾ നിലത്ത് ചപ്പു ചവറ് എറിയാറില്ല. ഓക്കെ, ഇനി യു, നീ ചെയ്യാറില്ല, അവർ ചെയ്യാറില്ല എന്നാണെങ്കിൽ ദേ ഡോണ്ട്. അവർ ചെയ്യാറില്ല, ദേ ഡോണ്ട്. ദേ ഡോണ്ട് ത്രോ. അവർ എറിയാറില്ല, സോറി, അവർ എറിയാറില്ല, ദേ ഡോണ്ട് ത്രോ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. ഓക്കെ, സോ ഇതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. ഇവിടെ കൃത്യമായി ഈ സെൻറ്റൻസിൽ ഞാനിവിടെ ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ? സാഹചര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. പാസ്റ്റ് ആയിട്ട് ഇത് പറയണമെന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അവൾ എറിഞ്ഞു എന്നാണ് എനിക്ക് പറയേണ്ടതെന്ന് വിചാരിക്കുക. അവൾ ഓൾറെഡി ഗാർബേജ് എറിഞ്ഞു കളഞ്ഞു, ഓക്കെ, ഫ്ലോറിലേക്ക്. അപ്പം എറിഞ്ഞു എന്നുള്ള വാക്ക് എന്താ? ഷീ ത്രൂ. അവൾ ചെയ്തു, ഷീ ഡിഡ്. അവൾ എറിഞ്ഞു, ഷീ ത്രൂ. ഷീ ത്രൂ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. ഇനി നീ എറിഞ്ഞു എന്നാണെങ്കിലോ? യു ത്രൂ. നീ എറിഞ്ഞു, യു ത്രൂ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. ഇതിപ്പോൾ യു ആയാലും ഹി ആയാലും ഷീ ആയാലും വി ആയാലും എല്ലാം ത്രൂ തന്നെയാണ് വരിക. എറിഞ്ഞു എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത് എങ്കിൽ. അപ്പം എറിഞ്ഞില്ല എന്നാണെങ്കിലോ? നമ്മൾ നേരത്തെ പറഞ്ഞു, നീ എറിഞ്ഞില്ല, യു ഡിഡ്ന്റ് ത്രോ. എറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ യു ഡിഡ്ന്റ് ത്രോ ആണ് വരിക. ഒരിക്കലും ഇവിടെ ത്രൂ എന്ന് എഴുതി വെക്കരുത് കേട്ടോ. സോ അപ്പം അവൾ എറിഞ്ഞില്ല എന്നാണെങ്കിലും she didn't throw. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇതെന്ന് വിചാരിക്കുക. അവൾ നിലത്തെറിയും, അതുകൊണ്ട് അവളുടെ കയ്യിൽ അത് കൊടുക്കണ്ട, ആ കവർ കൊടുക്കണ്ട, അവൾ എന്തായാലും നിലത്തെറിഞ്ഞും കളയും എന്നാണ് നമുക്ക് പറയേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം എറിയും എന്നുള്ളത് നമ്മൾ എന്താ പഠിച്ചത്? വിൽ ത്രോ. ഷീ വിൽ ത്രോ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. ഇനി അടുത്തത് നീ അതറിയും. നീ അതറിയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിനക്ക് തരത്തില്ല എന്നാണെങ്കിലോ? യു വിൽ ത്രോ. നീ എറിയും. യു വിൽ ത്രോ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. അവളത് ചെയ്യില്ല എന്നായിരുന്നെങ്കിലോ? ഷീ വോണ്ട് ത്രോ. ചെയ്യില്ല മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ആക്ഷനെ. അവൾ ഈ എറിയില്ല എന്നാണ് വരുന്നതെങ്കിൽ ഷീ വോണ്ട് ത്രോ ഗാർബേജ് ഓൺ ദ ഫ്ലോർ. അവർ ചെയ്യില്ല, അവർ എറിയില്ല എന്നൊക്കെ ആണെങ്കിൽ
they won't throw garbage on the floor. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഓരോ സാഹചര്യങ്ങളിലും വേർഡ്സിൽ മാറ്റങ്ങൾ വരുത്തി നമ്മൾ സെൻറ്റൻസ് പ്രയോഗിച്ച് നോക്കി. ഇതുപോലെ കൂടുതൽ V1 V2 അതുപോലെ V3 നമ്മൾ പിന്നീട് പഠിക്കും. പിന്നെ ഫ്യൂച്ചർ ഫോംസ് അതെല്ലാം നമ്മൾ മാക്സിമം പഠിച്ചെടുക്കുക. അങ്ങനെ പഠിച്ച് നമ്മൾ സെൻറ്റൻസുകളിലേക്ക് ഇട്ടിട്ട് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഈ ഒരു ഇതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മൾ V2 വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ കംപ്ലീറ്റ് രൂപം മാറി. പക്ഷെ ചില വാക്കുകൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു. ചില വാക്കുകൾ ഫോർ എക്സാമ്പിൾ പ്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ED ഇട്ട് കൊടുത്താൽ തന്നെ അതിൻ്റെ V2ലേക്ക് നമുക്ക് എത്തിക്കാം, പാസ്റ്റ് ഫോമിലേക്ക്. സോ പ്ലേ കളിക്കുക, പ്ലേഡ് കളിച്ചു എന്നായി മാറും. സോ ഇങ്ങനെയുള്ള വേർഡ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇത് ഏതാണ്, അങ്ങനെ അല്ലാതെ മൊത്തമായി മാറ്റേണ്ട വേർഡ്സ് ഏതാണെന്ന് നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷ് വളരെ യൂസ്ഫുൾ ആയിട്ടും സിമ്പിളായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ കീപ് വാച്ചിങ്. താങ്ക് യു.